ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എനിക്ക് എൻ്റെ ഡെലിവറിക്ക് ശേഷം കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാവുന്നവരും ഉണ്ട്. അപ്പം അവർക്കൊരാശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോനെ ഡെലിവറി കഴിഞ്ഞിട്ട് ബർത്ത് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 3240 ഉണ്ടായിരുന്നത്. അത് ഏകദേശം നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഒരു 2 ആഴ്ചയൊക്കെ ആയപ്പം അവൻ്റെ വെയ്റ്റ് 3240 എന്നുള്ളത് 2900 കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻ വരും. വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ വരും, സ്വാഭാവികമാണ്. അപ്പോൾ എല്ലാവരും പറയും എന്താണ് അമ്മയ്ക്ക് പാലില്ലാഞ്ഞിട്ടാണ്, പിന്നെ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ് കുഞ്ഞിൻ്റെ വെയിറ്റ് കുറഞ്ഞത്, അങ്ങനത്തെ ഒക്കെ സംസാരങ്ങൾ നമ്മൾ കേൾക്കാനിടയാകും. ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും തൊട്ടടുത്ത വീടുകളിൽ നിന്നാണെങ്കിലും അല്ലാതെ എവിടെ നിന്നാണെങ്കിലും ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു സംസാരം. അപ്പം അങ്ങനെയുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പറ്റി ഡൗണായി പോകും. ഞാനങ്ങനെ ആയിരുന്നു. എനിക്കങ്ങനെ കേൾക്കുമ്പോൾ അയ്യോ, എൻ്റെ മോന് വയറ് നിറച്ച് കൊടുക്കാനുള്ള പാൽ എനിക്കില്ലേ, ഞാൻ നല്ലൊരു അമ്മയല്ലേ, അങ്ങനത്തെ ഒക്കെ തോട്ട്സായിരുന്നു എനിക്കുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. എനിക്ക് അങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി. അത് ഇനിയും അടുത്തൊരു ഡെലിവറി വരുമ്പം നമുക്ക് ഇപ്പം നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ എന്താ പറയുക ചിന്താഗതികളൊക്കെ മാറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അത് ഓക്കെയാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. പുതിയ അമ്മമാരുടെ അടുത്താണ് ഞാൻ പറയണത്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ആരും പറയണ കേൾക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഡോക്ടറെ അടുത്ത് പോവുക, കുഞ്ഞിനെ കാണിക്കുക, ഡോക്ടറുമായിട്ട് സംസാരിക്കുക. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഞാൻ നേരെ ഡോക്ടറെ അടുത്ത് പോയി കുഞ്ഞിനെ കാണിച്ചു. വെയിറ്റ് നോക്കിയപ്പം ബർത്ത് വെയിറ്റിനേക്കാളും കുറഞ്ഞു, 2900 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് പാലില്ലഞ്ഞിട്ടാണ്, പിന്നെ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണോ കുഞ്ഞ് വെയിറ്റ് കുറഞ്ഞതെന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ നമുക്ക് ആദ്യം തന്നെ പറയാൻ കഴിയില്ല. അതായത് ആദ്യം തന്നെ നമുക്ക് അതാണ് പ്രശ്നം എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ബർത്ത് വെയിറ്റിൽ നിന്ന് കുഞ്ഞുങ്ങൾ വെയിറ്റ് കുറയും, അത് സ്വാഭാവികമാണ്. പിന്നീട് ഓരോ മാസം വെച്ചിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ടും കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നില്ലെങ്കിൽ മാത്രമാണ് പിന്നെയുള്ള ടെസ്റ്റുകളും അമ്മയ്ക്ക് പാലില്ലാഞ്ഞിട്ടാണോ കുഞ്ഞിന് ഭക്ഷണം മതിയാവാഞ്ഞിട്ടാണോ അങ്ങനത്തെ ഒക്കെ ചിന്തിക്കേണ്ടതുള്ളൂ എന്നാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും അതുപോലെ ആ ഒരു കാര്യത്തിൽ ആദ്യം ഡോക്ടറെ അടുത്ത് പോയിട്ട് ചോദിക്കാം, കുഞ്ഞിനെങ്ങനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ അങ്ങനത്തെയൊക്കെ അസുഖങ്ങൾ വരുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം കേട്ടോ, വെയിറ്റ് കുറയാം. അതൊക്കെ എന്തായാലും ഡോക്ടറെ അടുത്ത് പോയിട്ട് സംസാരിക്കാം. അല്ലാതെ നോർമലായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം, നമുക്കിപ്പോൾ അറിയാൻ പറ്റുമല്ലോ, നമുക്ക് അത്യാവശ്യം പാലുണ്ടെങ്കിലും പാല് കുഞ്ഞുങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിലും നമുക്കതറിയാൻ പറ്റും. പക്ഷേ അതറിയാമെങ്കിൽ കൂടി മറ്റുള്ളവരുടെ സംസാരം കേൾക്കുമ്പം നമ്മളൊന്ന് ഡൗൺ ആവും, അത് ശരിയാണ്. അപ്പോൾ ആദ്യം എല്ലാവരും അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക, എന്നിട്ട് ഡോക്ടറായിട്ട് സംസാരിക്കുക, എന്നിട്ട് ഡോക്ടർ എന്താണോ പറയണത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവൻ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, 2900 ആയിട്ടുണ്ടായിരുന്നു വെയിറ്റ്. പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഓരോ മാസം കൂടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെയിറ്റ്. അവനെ പിന്നെ അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് എന്നോട് ആകെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് വൈറ്റമിൻ ഡ്രോപ്സ് 1 വയസ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക,
വേറെ ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. അത് ആരും മുടക്കാണ്ടിരിക്കുക കേട്ടോ. വൈറ്റമിൻ ഡ്രോപ്സ് ഒരു വയസ്സ് വരെ മാക്സിമം എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക. മിക്ക ആൾക്കാരും പലരും പറയണ കേട്ടിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഹോസ്പിറ്റലിൽ എന്ന് ചെല്ലുമ്പം ഡോക്ടർ ചോദിക്കാറുണ്ട്, വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം മിക്ക ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഇല്ല അവർ പറഞ്ഞു അത് നിർത്താൻ, അതുകൊണ്ട് ഞങ്ങൾ നിർത്തി, അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ തിരിച്ച് നന്നായിട്ട് ചീത്ത അറിയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം വരില്ല. അവർക്ക് എന്താ പറയുക, അങ്ങനെ ഡോക്ടർ പറയണ അനുസരിച്ചിട്ട് ഞാൻ അവനെ എല്ലാ മാസവും ചെക്ക് ചെയ്യാറുണ്ട്. വെയിറ്റ് കൊണ്ടുപോയി ചെക്ക് ചെയ്യുമ്പം അവൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പം പിന്നെ ആ ഒരു ടെൻഷൻ അവിടെ ഒഴിഞ്ഞിട്ടി. അപ്പം അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ അനുഭവിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. റെയർ കേസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമുള്ളൂ. അല്ല നോർമൽ ഒരു അസുഖം ഇല്ലാത്തൊരു കുഞ്ഞാണെങ്കിൽ എല്ലാവരും ഡോക്ടറെ അടുത്ത് പോവുക, എന്നിട്ട് ഡോക്ടർ പറയുന്നതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വൊമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ പാല് പിരിഞ്ഞ പോലെ ഈ കവിട്ടി പോവുക, അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതും ഇതുപോലെ നമ്മൾ കവിട്ടി പോകുന്നത് ഓക്കെയാണ്. അല്ലാണ്ട് ഈ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പാൽ കുടിച്ചതും, എൻ്റെ മോന് പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഫോഴ്സിൽ അത്രയും ഫോഴ്സിലായിരുന്നു അവൻ വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്, എന്താണ് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ അത് ഓക്കെയാണ്, ഒരു വട്ടം വന്ന് ഇല്ലെങ്കിൽ ഓക്കെയാണ്. പിന്നെ അവനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പം എനിക്ക് ടെൻഷനായി. ഞാനങ്ങനെ വീണ്ടും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞത് അവന് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അവനങ്ങനെ വൊമിറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അത് നോർമലാണോ അതോ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതായത് നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിഷ്ടം, കഷായം, അങ്ങനെയൊക്കെ ലേഹ്യമൊക്കെ കഴിക്കുമല്ലോ, അത് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, അതാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അത് തൽക്കാലം ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ്, അയൺ ടാബ്ലറ്റ്സും കാൽഷ്യം ടാബ്ലറ്റ്സും ഒക്കെ ഡോക്ടർമാർ നമുക്ക് തരുന്നുണ്ട്, അത് കഴിച്ചാൽ മതി. അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് തൽക്കാലം ഇല്ല. അതുകൊണ്ട് അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും പറ്റിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ഓക്കെയാണ്, പറ്റുന്ന പിള്ളേരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പം എൻ്റെ മോനെ ആ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ അതാണോ എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കൂ. എന്നിട്ടും സ്റ്റോപ്പ് ചെയ്തിട്ടും അവൻ വൊമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാം, വയറൊന്ന് സ്കാനൊക്കെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ആയുർവേദ മരുന്നുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തപ്പം അവൻ്റെ വൊമിറ്റിങ് നിന്നു. അവൻ്റെ വയറ് എപ്പോഴും ഇങ്ങനെ വീർത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല കേട്ടോ. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു തരും. അതനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മോഷൻ പോകാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പാല്, അത് ലിക്വിഡ് ഫോമുള്ള ഭക്ഷണം അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മുടെ ഒരു സോളിഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുമ്പം അവർക്കത് ദഹിക്കാനും പിന്നെ അത് മോഷൻ വരാനൊക്കെ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം അത് പണ്ടത്തെ ആൾക്കാർ അങ്ങനെ മോഷൻ പോവാതെയൊക്കെ ഒരു 2 ദിവസം 3 ദിവസം കുഞ്ഞുങ്ങൾക്ക് മോഷൻ പോവാതെ ഇരിക്കുന്ന സമയത്ത് പണ്ടത്തെ ആൾക്കാർ പറയും പുളി വെച്ച് കൊടുത്താൽ മതി, അപ്പോൾ പോവും. എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. കാരണം നമുക്ക് ആ ഒരു സമയത്ത് ടെൻഷനായി പോകും. അയ്യോ എന്തുകൊണ്ടാണ് കുഞ്ഞ് അങ്ങനെ. എൻ്റെ മോനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഷൻ പോകാൻ വേണ്ടി അവൻ ഇങ്ങനെ മുക്കുമായിരുന്നു എപ്പോഴും, പക്ഷേ മോഷൻ പോവാറില്ല. അപ്പോൾ അങ്ങനെ അത് നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ആദ്യം ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് വീട്ടിലിരിക്കുന്നവർ ഇങ്ങനെ അഭിപ്രായം പറയും, ഇങ്ങനെ ചെയ്യണം. പ്രായമുള്ള ആൾക്കാരാണ് കൂടുതൽ അങ്ങനെ പറയുക. അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ചെയ്യരുത്, അവർക്ക് പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്.
ഞാൻ ഒരു തവണയേ അത് ചെയ്തിട്ടുള്ളൂ. അത് അവന് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായപ്പോൾ ഞാനത് പിന്നെ ചെയ്യാൻ ചെയ്തിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് പെട്ടെന്ന് സോളിഡ് ഫുഡ് കൊടുക്കുമ്പം അവർക്ക് ദഹിക്കാനും പിന്നെ എന്താ പറയുക, അത് പയ്യെ ശരിയായിക്കോളും എന്നാണ് പറഞ്ഞത്. അപ്പം ആ തൽക്കാലം അവർക്ക് മോശം പോകാനായിട്ട് അവർ മരുന്ന് തരികയും ചെയ്യും. അത് അങ്ങനെ സോൾവ് ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് റെഡിയാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കഴിയുമ്പം ഭക്ഷണം അവരിങ്ങനെ കഴിച്ച് പിന്നെ അങ്ങനെ മോശം പോകാനായിട്ട് തുടങ്ങും. ആ ഒരു കാര്യത്തിലും ആരും വെറീഡ് ആവേണ്ട കാര്യമില്ല. അതും ഡോക്ടറെ കാണിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ കിട്ടും. പിന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ ഭക്ഷണം കൊടുക്കാതിരിക്കുക. അതായത് ഒരേ ഭക്ഷണം തന്നെ കഴിക്കുമ്പോൾ നമുക്കാണെങ്കിലും മടുപ്പ് വരും. അപ്പം അവർക്ക് ഒരേ രീതിയിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്കും മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ മോൻ്റെ കേസിൽ അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്. അവന് ഇങ്ങനെ കുറുക്ക് 2 നേരം കുറുക്ക് അങ്ങനെ കൊടുത്ത് അവന് ഭക്ഷണത്തിനോടൊരു താല്പര്യമില്ലാത്ത ഒരു സ്റ്റേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ഡോക്ടർ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ഒരേ രീതിയിൽ ഭക്ഷണം കൊടുക്കാണ്ടിരിക്കാം, പല അതായത് പച്ചക്കറി, മത്തൻ, ക്യാരറ്റ് അങ്ങനെയൊക്കെ വേവിച്ച് ചോറിൻ്റെ കൂടെ നന്നായി ഉടച്ചിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. അതായത് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ട്രൈ ചെയ്തിട്ട് കൊടുത്താൽ അവർക്ക് ഫുഡിനോടുള്ള ഇഷ്ടം കൂടുകയുള്ളൂ. അല്ലാണ്ട് ഡെയിലി നമ്മൾ ഒരേ ഭക്ഷണം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണത്തിനോടുള്ള താല്പര്യം കുറയും. ആ ഒരു കാര്യവും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട്ട് ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ മോന് ഇപ്പോൾ 3 വയസ്സാവാനായി. അവന് കാണുമ്പം അധികം വെയിറ്റ് തോന്നിക്കില്ല, പക്ഷെ അവന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര മെലിഞ്ഞിട്ടാണ്, കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു സംസാരം ഇപ്പോൾ ഞാൻ പല സൈഡിൽ നിന്നായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും ഓരോരുത്തർ പറയുമ്പോഴും ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, മോനെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, അവൻ ആക്റ്റീവാണോ, അവൻ ഓക്കെ ആണോ, അവൻ എപ്പോഴും കളിച്ചുകൊണ്ടാണോ, എങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന കൂട്ടത്തിലാണോ, എപ്പോഴും ഉറക്കമാണോ, അങ്ങനെയാണ് ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, അവൻ എപ്പോഴും ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കില്ല, ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്, അവൻ ആക്റ്റീവാണ്. പിന്നെ എപ്പോഴും ഉറങ്ങുന്ന കൂട്ടത്തിലല്ല, ആവശ്യത്തിനുള്ള ഉറക്കേ അവന് വേണ്ടൂ, അത് അവൻ ഉറങ്ങുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് ആൾ. പിന്നെ വെയിറ്റ് നോക്കിയപ്പോൾ അവൻ്റെ ബർത്ത് വെയിറ്റ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവന് ആവശ്യമുള്ള വെയിറ്റ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിങ്ങൾ വെറുതെ മറ്റുള്ളവർ പറയുന്നിട്ടിട്ട് വെറുതെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, അവന് ആവശ്യമുള്ള വെയിറ്റ് അവനുണ്ട്. പിന്നെ മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും അവനില്ല, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എന്നാണ് ഡോക്ടർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും പല അമ്മമാരും അങ്ങനെ മറ്റുള്ളവരുടെ സംസാരം കേട്ടിട്ട് വേദനിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് പറയാനുള്ളത്, ആ ഒരു കാര്യത്തിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുക. വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അത് ബോഡി ഷേപ്പ് അങ്ങനെയാണ്. അത് ഇപ്പം ഈ ഒരു ഭാഗത്ത് അടങ്ങി നിൽക്കാണ്ട് കളിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന പിള്ളേരെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ആയിരിക്കും. മേ ബി കുറച്ച് കഴിയുമ്പം അത് ശരിയായിട്ട് വരും, കുറച്ച് എന്താ പറയുക വണ്ണമായിട്ട് വരും. എല്ലാ മക്കളും ഒരേപോലെ തടിയും വണ്ണമുള്ളവരാണെന്നില്ല കാണുമ്പം. അപ്പം ആ ഒരു കാര്യത്തിലും കൂടെ എല്ലാവരും ടെൻഷൻ അടിക്കാതിരിക്കുക. ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത് പുതിയ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പുതിയ അമ്മമാർക്കല്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇത്രയും ടെൻഷൻസ് ഉള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊന്നും വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരി, ബൈ.